കേരളത്തിലെ LDF ഭരണത്തിന്റെ തുടർച്ചയും വികസന പ്രവർത്തനങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. LDF വടകര മുനിസിപ്പൽ ഏരിയ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തി വിജയം ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വടകര നഗരസഭയിൽ LDF. പ്രചരണ പരിപാടികൾ സജീവം. ടൗൺഹാളിൽ നടന്ന കുടുംബസംഗമം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ സർക്കാർ നടത്തുന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ ബോധവാന്മാരാണ്. വടകര നഗരസഭയിലെ LDF ഭരണവും വിലയിരുത്തപ്പെടും. 2020 ലഭ്യമായ സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി വടകര മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും LDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നും മന്ത്രി പറഞ്ഞു. വടകര മുനിസിപ്പാലിറ്റി കേരളത്തിലെ ഏത് മുനിസിപ്പാലിറ്റി എടുത്ത് പരിശോധിച്ചാലും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ മുനിസിപ്പാലിറ്റിയാണ്. ആ നിലയിൽ അതും ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയം തന്നെയാണ്. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി ഡിസംബർ 13 വോട്ടെണ്ണുമ്പോൾ വടകര മുനിസിപ്പാലിറ്റിയിൽ LDFന്റെ വിജയക്കൊടി പാറുമെന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ C കുമാരൻ അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C ഭാസ്കരൻ, ഏരിയ സെക്രട്ടറി TP ഗോപാലൻ, നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു, P സുരേഷ് ബാബു തുടങ്ങി LDF നേതാക്കൾ സംസാരിച്ചു. നഗരസഭയിൽ ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥികളും കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.